എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പിശമ്പടി. കൈവിഷം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പല സംശയമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൈവിഷം കൊടുക്കുന്നത്, കൈവിഷം ഇളക്കുന്നത്, കൈവിഷം എങ്ങനെ ഉണ്ടാക്കും, ഏതൊക്കെ തരത്തിൽ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് അതിന് സംശയങ്ങൾ ചോദിക്കാം. അതിന് സമയത്തിനനുസരിച്ച് മറുപടി പറഞ്ഞു തരുന്നതാണ്. കോൾ വിളിച്ചാൽ എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. കൈവിഷം എന്ന് പറഞ്ഞാൽ കുറേ തരമുണ്ട്. കുറേ തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിൽ കൈവിഷ നിവാരണി എന്ന് പറഞ്ഞിട്ട് ഗുളികണ്ട്. കൈവിഷ സംഹാരി, കൈവിഷ പരിഹാരി എന്നൊക്കെ പറഞ്ഞിട്ട്, കൈവിഷോപചാര ഗുഡം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൈവിഷം അടക്കി കളയാനുള്ള മരുന്ന് തന്നെയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ആയുർവേദപരമായിട്ട് നമുക്ക് ഈ കൈവിഷം എന്ന ഒരു സംഗതി ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ അതെങ്ങനെയാണ്? അതൊരു ഫുഡ് സപ്ലിമെന്റ്, ഭക്ഷണത്തിലെ വൈരുദ്ധ്യങ്ങളെ കൊണ്ട് വിഷാംശങ്ങളാണ് അത്. ചില മോര്, അതുപോലെ മീൻകറി, മത്സ്യം കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ വയറ്റിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ, പോയസനാണ് കൈവിഷം. അതുപോലെ മറ്റ് വിപരീത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ കൈവിഷം. ഇതല്ലാതെ മന്ത്രവാദികളും മറ്റുള്ള പൂജാരിമാര്, ഉസ്താക്കന്മാര്, പണിക്കന്മാരൊക്കെ കൈവിഷ കൂട്ടുണ്ടാക്കി വശീകരിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പോ ഈ കൈവിഷം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കാന്, അല്ലെങ്കിൽ മനസ്സിന്റെ താളം തെറ്റിക്കാന്, അയാളെ ദുർബലനാക്കാന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കൈവിഷം കൊടുക്കും. അതെന്താന്ന് വെച്ചാല് അകില്, ഗോരോചനം, പൂവാങ്കുറുന്നില, ചന്ദനം, കുങ്കുമം അങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് അതൊക്കെ അരച്ച് അതിൽ മന്ത്രങ്ങൾ ജപിച്ച് അതിന് വശ്യമന്ത്രങ്ങൾ, മൂർത്തികളൊക്കെ സേവ് ആക്കിയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ സ്നേഹം കിട്ടാൻ വേണ്ടി സ്ത്രീകൾ ചെയ്യും. അതുപോലെ ഭാര്യമാരുടെ സ്നേഹം കിട്ടാൻ ഭർത്താക്കന്മാരും ചെയ്യും. അതുപോലെ തന്നെ അകന്നു പോയവരെയും അല്ലെങ്കിൽ വിരോധമായി നിൽക്കുന്നവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാത്വികമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന കൈവിഷങ്ങളുണ്ട്. അതൊരു ആവശ്യകതയാണ്. ഇതിന്റെ പുറമെ നഖം, മുടി, അതുപോലെ തന്നെ പിരീഡായിട്ടുള്ള രക്തക്കറകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട് കത്തിച്ച് കരിയാക്കിയിട്ടും അത് ലൈവ് ചേർത്തിട്ടും അരച്ച് ചേർത്തിട്ടും ഒക്കെ മറ്റ് പൈശാചിക മന്ത്രങ്ങൾ ജപിച്ച്, അതായത് ആളുടെ ദുർബലാവസ്ഥയാവുന്ന തരത്തിൽ, ബുദ്ധി മരവിക്കുന്ന തരത്തിൽ, അയാളുടെ കഴിവുകൾ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു എഫക്റ്റ് അയാളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മഷിക്കൂട്ടുണ്ട്. അതൊരു കൈവിഷമാണ്. അത് വളരെ മാരകമാണ്. വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൈവിഷം നമ്മളെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആമാശയത്തിൽ ഒരു ഫംഗസ് പോലെ പിടിക്കും. എന്നിട്ട് അതൊരു കഫം ആമാശയം എന്നറിയും. അപ്പൊ ഇങ്ങനെ ആൾക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഓർമ്മക്കുറവുണ്ടാവും, വയറിന് അസുഖങ്ങൾ ഉണ്ടാവും. അതുപോലെ പല പല കഴിവ് കെട്ട ഒരാളായി മാറും. അത് എല്ലാറ്റിനും മടി, പണിക്കും പോവില്ല, എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറക്കും, പണിയെടുക്കാനുള്ള താല്പര്യമില്ല, ഒരു മാനസിക താളം തെറ്റിയ ഒരാളെ അവസ്ഥ വരും. ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് അയാളെ നശിപ്പിക്കുക തന്നെയാണത്. അതാണ് വേറൊരു കൂട്ട്. ചില ആളുകൾ നെയ്യ് ജപിച്ചിട്ടും അങ്ങനെ പല പല തരത്തിലുള്ള കൈവിഷ കൂട്ടുകളും കൊടുക്കും. അത് പല ഒറ്റമൂലികളുണ്ട്, പൂവാങ്കുറുന്നില, ഓരോ തരത്തിൽ, മയിൽപ്പീലി, അങ്ങനെ പല പല തരത്തിലുള്ള കൈവിഷ കൂട്ടുകളുണ്ട്. ഈ കൂട്ടുകളൊക്കെ കൊടുക്കുന്നത് ഉദ്ദേശ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് പോസിറ്റീവായിട്ട് എനർജി എഫക്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് തന്നെ ഇത് ദോഷമാണ്. അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. കാരണം ഒരാളെ മാനസികമായിട്ട് തളർത്തി അയാളെ നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന കൈവിഷം കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെ അത് നാശാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇതൊക്കെ കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഒരാളുടെ ഇഷ്ടം, കാരണം നമ്മുടെ ഭർത്താവായിരുന്നു, അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയായിരുന്നു, നമുക്ക് ഇഷ്ടമല്ല, മക്കളായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല, അവരൊക്കെ വെറുത്തു പോകുമ്പോൾ അവരുടെ മനസ്സും സ്നേഹവും കിട്ടാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് ആവശ്യമാണ്. മറ്റു തരത്തിൽ കൊടുക്കുന്നതൊക്കെ ആപത്താണ്. അപ്പൊ ഇങ്ങനെ കൈവിഷം വന്നു കഴിഞ്ഞാൽ ഈ മൂർത്തി അത് ഇളക്കി കളയുമ്പോൾ പല പല തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കും. അപ്പോൾ മറ്റൊരാൾ ജപിച്ച് പൂജിച്ച് കൊടുത്ത കൈവിഷാണെങ്കിലും ആയുർവേദത്തില് നമുക്ക് എന്താന്ന് വെച്ചാൽ ഭക്ഷണത്തിലെ വിഷാംശങ്ങളെ കൊണ്ട് വന്നിട്ടുള്ള കൈവിഷാണെങ്കിൽ കൈവിഷ നിവാരണി കഴിച്ചാൽ മാറും, അല്ലെങ്കിൽ കൈവിഷ സംഹാരി കഴിച്ചാൽ മാറും എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെയൊക്കെ പുറമെ പൈശാചികപരമായിട്ടുള്ള പ്രയോഗങ്ങളെ കൊണ്ട് വന്നിട്ടുള്ള
കൈവിഷമാണെങ്കിൽ ഇതിൽ ആ കൈവിഷം ഇളകിപ്പോണെങ്കിൽ ആ മന്ത്രത്തിൻ്റെ എഫക്റ്റ് മാറ്റണം. അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. അപ്പോൾ അതിനാണ് ആൾക്കാർ ഉഴിഞ്ഞ് മുട്ടിറക്കുക, അല്ലെങ്കിൽ ബാധകളെ വേർപാട് ചെയ്യുക. അതിനൊക്കെ ശേഷം കൈവിഷം മരുന്ന് കഴിച്ചാലാണ് ഇത് ഇളകിപ്പോവുള്ളൂ. പല സ്ഥലത്തും കൈവിഷം ഛർദ്ദിപ്പിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഈ മൂർത്തി ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോഴാണ് അങ്ങനെയുള്ള കൈവിഷങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഫലം കിട്ടുക. അപ്പോൾ അതിന് പറഞ്ഞാൽ നമ്മളെ ഇതിൽ തന്നെ കൈവിഷ ഉദരാമൃതം എന്ന് പറഞ്ഞിട്ടൊരു ചൂർണ്ണമുണ്ട്. അത് 250 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്നത്. അത് നിങ്ങൾ ഇപ്പോൾ രാവിലെയും വൈകിട്ടും 1 ടീസ്പൂണ് ആദ്യത്തെ ദിവസം കഴിക്കുക, 5 ദിവസം രാത്രി മാത്രം കഴിക്കുക, ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ട് നമുക്ക് 1 ടീസ്പൂൺ രാത്രി മാത്രം കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ ആകെ 250 രൂപയുള്ളതിന്. അങ്ങനെ കഴിക്കുമ്പോൾ ആമാശയത്തിൽ കൈവിഷം കൊണ്ട് വന്നിട്ടുള്ള അൾസർ, ദഹനക്കേട്, കഫം കെട്ട് അതൊക്കെ പോവും, മാനസിക പ്രശ്നങ്ങൾ മാറും, വയറിൻ്റെ എല്ലാ കേടും മാറും, ശോധനാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഒന്നാണ് ഉദരാമൃത ചൂർണം. ആമസോണിൽ കിട്ടും. പിന്നെ നമ്മളത് ഡയറക്റ്റ് വേണമെങ്കിൽ അയച്ചു തരാൻ പറ്റും. ഇത് എല്ലായിടത്തും ഒരു മന്ത്രവാദ പരമായിട്ടും ഈ രോഗപരമായിട്ടുള്ളതുകൊണ്ട് ജനറലായിട്ട് എല്ലായിടത്തും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാർ പറയും എനിക്ക് തീരെ കയ്യും കാലും കടഞ്ഞിട്ട് വയ്യ, അതുപോലെ ഉദ്ധാരണമല്ല, അതൊക്കെ കൈവിഷം കൊണ്ടാണ്. കൈവിഷത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ കൈകാല് കടച്ചിലൊന്നും വരില്ല. അത് വെച്ചാൽ നമുക്ക് ആമാശയത്തിനാണ് അത് ബാധിക്കുക, പിന്നെ മനസ്സിനും ബുദ്ധിക്കുമാണ് ബാധിക്കുക. അപ്പോൾ ബുദ്ധിപരമായിട്ട് നമുക്ക് വീക്ക് ഉണ്ടാവുക, ഓർമ്മ പോവുക, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റാതെ വരിക, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണം. പിന്നെ ആ വയറിന് എപ്പോഴും അസ്വസ്ഥത, ഭക്ഷണം വേണ്ട, മടി പിടിച്ചിരിക്കുക, ഉറക്കം തന്നെ ഉറക്കം, ക്ഷീണം തന്നെ ക്ഷീണം, ഇങ്ങനെയൊക്കെ വരിക. ഇതിനൊക്കെ നമുക്ക് ഈ ഉദരാമൃത ചൂർണം കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇളകിപ്പോവും. അതിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ ചില ആളുകൾക്ക് ഈ മൂർത്തി ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ അവരുടെ പേരിൽ നമ്മൾ മഹാപൃത്തിങ്കിരി എന്നുള്ള പൂജ നടത്തും. എന്നിട്ടൊരു കാഞ്ഞിര പ്രതിമയിലേക്ക് ഇവരെ ദോഷങ്ങളൊക്കെ ആവാഹിച്ചിട്ട് അത് ഇവരെ ഒഴുക്കി കളഞ്ഞിട്ട് ഈ പൊടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൈവിഷത്തിലുള്ള മൂർത്തികളും ഒഴിഞ്ഞു പോവും, അതുപോലെ തന്നെ അവരുടെ കൈവിഷം ഇളകി പോവുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ കാര്യം. ഇതൊരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും കൊടുക്കുന്നതുകൊണ്ട് സ്വമേധയാൽ വരുന്നതുമുണ്ട്. ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൈകാലി കടച്ചിൽ ഒക്കെ വരുന്നുണ്ട്, തരിപ്പുണ്ട്, ഇതൊക്കെ കൈവിഷം കൊണ്ടാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അങ്ങനെ കൈകാലി ഇതിനൊന്നും അല്ല ബാധിക്കുക, ആമാശയത്തിനും ബുദ്ധിക്കും നമ്മുടെ കഴിവുകളാണ് നഷ്ടപ്പെടുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ലക്ഷണങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കി കളയാൻ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. അതിന് മാന്ത്രികപരമായിട്ടും വൈദ്യപരമായിട്ടും മാർഗ്ഗമുണ്ട്. ഇപ്പോൾ ഒരു 1500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൈവിഷമൂർത്തികളെ ഒഴിഞ്ഞു കളയാൻ പറ്റും. അത് നിങ്ങൾ വരാതെ തന്നെ നിങ്ങളെ പൂജ നടത്തി ആ പ്രതിമയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ ഒഴുക്കി കളഞ്ഞിട്ട് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൈവിഷത്തിനോട് ബന്ധപ്പെട്ട മൂർത്തികളും പോവും, ഇതും പോവും. പിന്നെ ഒരാളെ ആകർഷിപ്പിക്കുക, ഒരു ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈവിഷം കൊടുക്കാന്ന് പറയും. അപ്പോൾ ഈ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തി നിർബന്ധമായിട്ടും തീരുമാനിക്കേണ്ടത് ആ പെണ്ണിനെ നമ്മൾ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പുള്ള ആളുകൾ മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ആണിനെ വശീകരിക്കാനാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പ്, അല്ലെങ്കിൽ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഒരാളുടെ മനസ്സിനെ നമ്മളിലേക്ക് സ്വാധീനിച്ച് നമുക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിയിട്ട് അവർ തട്ടിക്കളയുമ്പോൾ ആ മാനസികാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് അവിടെ നിൽക്കലും ആ മനോവേദന വന്നു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ക്രിയയുടെയും ചെയ്യുന്ന ക്രിയയും നിങ്ങൾക്ക് നേരെ തിരിച്ചടിക്കും. ആർക്കും വേണ്ടാത്ത എല്ലാവരും വെറുക്കപ്പെട്ട ഒരാളായി മാറുമെന്നുള്ളതാണ്. ആ കുടുംബപരമായിട്ടൊക്കെ വളരെ ദുരിതം ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. അപ്പോൾ കൈവിഷം കൊടുക്കാൻ വേണ്ടി നമ്മൾ പല ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്, ഉണ്ടാക്കി ഇഷ്ടംപോലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടൊക്കെ ഉണ്ടെങ്കിലും ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ചില ആളുകൾക്ക് ഇത് കൈകാലി കടച്ചിൽ വരുന്നതൊക്കെ ഇതുകൊണ്ടാണെന്നും വിചാരിച്ച് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ കൊടുക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ലതുപോലെ തീരുമാനിച്ച് ജീവന് തുല്യം സ്നേഹിച്ച് ഞാൻ കൂടെ നിർത്തിക്കോളാം എന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം ആ വ്യക്തിനെ നമ്മളിലേക്ക് കൈവിഷം കൊടുത്ത് സ്വാധീനിക്കാൻ. എന്നുവെച്ചാൽ പുറമേയുള്ള ഒരാളെ. പക്ഷേ നമ്മുടെ സ്വന്തം ഭർത്താവിനെയും ഭാര്യയൊക്കെ നമ്മൾ ജീവിതം നല്ല സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ പിന്നെ നല്ലപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൊടുക്കണത്. പക്ഷെ അതല്ലാതെ മറ്റൊരാളെ താൽക്കാലികമായിട്ട് ഒന്ന് ശാരീരിക ബന്ധത്തിന് വേണ്ടി, അവർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, ഈ വക ഉടായ്പ നേട്ടത്തിന് വേണ്ടിയിട്ടൊന്നും 3000 രൂപ ചിലവാക്കി കൈവിഷം ഉണ്ടാക്കി തരും. പക്ഷെ അതാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കിട്ടും. പിന്നെ നമുക്ക് അവരിൽ നിന്ന് 30,000 ലക്ഷങ്ങൾ മേടിച്ചെടുത്തിട്ട് അവരെ തട്ടിക്കളയാം. ഇങ്ങനെയൊക്കെയുള്ള ആ ഉണക്ക ബുദ്ധി ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോളൂ. കാരണം വെച്ചാൽ നിങ്ങളുടെ തലമുറ നശിക്കുന്ന ഒരു സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട്.
അത് നിങ്ങൾ എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കാര്യം എടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൈവശം കൊടുക്കുന്നവർ ഉണ്ടാക്കി തരുന്നത് എല്ലാതും ഒരു സാധനമല്ല, എല്ലാതും പലതരത്തിലും പല അറിവുകൾ, പലതരത്തിലുള്ള കൂട്ടുകൾ, പല മന്ത്രങ്ങൾ, പല പ്രയോഗങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുമൂലം നിങ്ങളുടെ വീട്ടിലെ വ്യക്തികളിലോ ദോഷങ്ങളോ ദുരിതങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപയാണ് ഈ പൂജയ്ക്ക്, കൈവശത്തിലെ മൂർത്തികൾ പോകാനുള്ള പൂജയ്ക്ക് നമ്മൾ വാങ്ങുന്നുള്ളൂ. അത് എന്നിട്ട് ആണെങ്കിൽ ആണിന്റെ കാഞ്ഞിര പ്രതിമയും പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ കാഞ്ഞിര പ്രതിമയിലേക്കും പൂജിച്ച് നിങ്ങൾക്കിത് തരും. അതൊരു 5 തിരി ഒരു വാഴയുടെ ഇലയിൽ വെക്കുക, 5 തിരി കത്തിച്ച് വെക്കുക, 8 തവണ ഒഴുക്കി കളയുക. എന്നിട്ട് നിങ്ങൾ കൈവശത്ത് ഇളകി പോകാനുള്ള മരുന്ന് കഴിക്കുമ്പോൾ മന്ത്ര യന്ത്ര ഔഷധസ്ത്ര ശാസ്ത്രാണി എന്ന് പറയുന്ന ഒരു പ്രമാണത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾക്ക് ഈ കാര്യം വന്നു ചേരും എന്നുള്ളതാണ്. ഈ പൊടി കൈവശമൊന്നും ഇല്ലെങ്കിലും കഴിക്കാം. എന്താ കാരണം വെച്ചാൽ ആമാശയത്തിൽ ഫംഗസുകൾ പോവാന്, അതുപോലെ തന്നെ അൾസർ പോവാന്, അതുപോലെ തന്നെ പുണ്ണുകൾ പോവാന്, ദഹനക്കേട്, എല്ലാ തരത്തിലുള്ള ദുഷിച്ച ഫാറ്റ് പോവാനും ഇത് വളരെ നല്ലതാണ്. അത് കഴിക്കുന്നത് എടുത്ത് ഒരു ദിവസം കഴിക്കേണ്ടത് രാത്രി കിടക്കാൻ നേരത്തും പിറ്റേ ദിവസം വെറും വയറ്റിലും കഴിക്കുക. പിന്നെ 5 ദിവസം കഴിക്കേണ്ടത് രാത്രി കിടക്കാൻ നേരത്ത് മാത്രമാണ് കഴിക്കുക. പിന്നെ കഴിക്കേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസമാണ് കഴിക്കുക. അങ്ങനെയാണ് പ്രത്യേകത. ആകെ 10 നേരം കഴിക്കാനുള്ള മരുന്നേ ഇതുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് 250 രൂപയാണ് ഇതിൻ്റെ ചെലവ് വരിക. അത് വളരെ റിസൾട്ട് ഉള്ളൊരു സംഭവമാണ്. അത് കുറേ കാലം കൂടുമ്പോൾ ഏതെങ്കിലും വ്യക്തിക്കും വാങ്ങി കഴിക്കാൻ പറ്റും. പേര് തന്നെ ഔഷധത്തിൻ്റെ ഒരു പാക്കറ്റ് 100 ഗ്രാമാണ്. അത് ഉദരാമൃതം എന്നാണ് ഇതിൻ്റെ പേര്. ആമസോണിൽ കിട്ടും. ഇതിൻ്റെ ലിങ്കും ഇതിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് വരുത്താം. അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റിൽ അയച്ചു തരണമെങ്കിൽ പൈസ തന്നെങ്കിൽ മാത്രമേ ഇത് അയച്ചു തരുള്ളൂ എന്ന് നമുക്കൊരു നിർബന്ധമുണ്ട്. കാരണം പോസ്റ്റ് ഓഫീസിൽ കൊടുത്ത് മേടിക്കുന്ന ആ പൈസ ഞങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുക, അഡ്രസ്സും വാട്സപ്പിൽ ഇട്ട് തരിക, പോസ്റ്റ് വഴി അയച്ചു തരും. ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് അയക്കുക. വെറുതെ ഇരുന്ന് ഫോൺ ചെയ്ത് അതൊന്നും പറഞ്ഞിരിക്കാൻ എനിക്ക് സത്യത്തിൽ നേരമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ജോലി ഓൺലൈനിൽ ജ്യോതിഷം നോക്കലും വൈദ്യപരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും ചോദിച്ചിട്ട് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചക്രം തിരിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.